അതെ. ഒരു കാര്യം, ഇവിടെ ഇപ്പോൾ കുറേ സമരങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ചോദ്യപേപ്പർ ചോർന്നതിനെ സംബന്ധിച്ച്. പിന്നെ അതിന് മുമ്പ് കർഷകർ, പിന്നെ ഇവിടെ PSC പരീക്ഷയ്ക്ക് ആൾക്കാർക്ക് അത് ജോലി കിട്ടുന്നില്ല. അപ്പോൾ ഈ പരീക്ഷ പേപ്പർ ചോരുന്നു, റിസൾട്ട് തെറ്റുന്നു, ഇങ്ങനെ കുറേ കറപ്ഷനാണ്. ഇതെല്ലാം ഭയങ്കര കറപ്റ്റഡായിട്ടുള്ളൊരു ഗവൺമെൻറ് സിസ്റ്റത്തിലാണ് നമ്മൾ നിൽക്കുന്നതെന്നുള്ള രീതിയിൽ എല്ലാ ഇലക്ഷൻ നടക്കുമ്പോഴും മുൻ ഗവൺമെൻറ് കറപ്റ്റഡ് ആകുന്നു, അതിന് മുന്നത്തെ ഗവൺമെൻറ് കറപ്റ്റഡ് ആകുന്നു, ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഇതിനൊക്കെ എന്തെങ്കിലും സൊല്യൂഷൻ ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? സൊല്യൂഷൻ ഇപ്പൊ ചെയ്ത പ്രൊട്ടസ്റ്റ് ഉണ്ടല്ലോ, അതൊരു തരത്തിൽ നമ്മുടെ പ്രതികരണമാണ് വരുന്നത്. അത് ചെയ്യുന്ന വഴി മീൻസ് ഇവർക്കൊരു പേടി ഉണ്ടാവുമല്ലോ, തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പ്രതികരിക്കാൻ ആൾക്കാരുണ്ടാവും. അതുപോലെ അതിന്ന് മീൻസ് ഇപ്പോൾ റിസൈൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പം അതൊരു പേടിയല്ലേ വരുന്നത്. അതായത് ജനങ്ങൾ പ്രതികരിക്കുമ്പോൾ അവർക്കൊരു പേടി ഉണ്ടാവുമല്ലോ. അത് തന്നെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ വോട്ട് ചെയ്ത് ഓരോ പ്രാവശ്യം ഓരോരുത്തരെ ഗവൺമെൻറ്റിനെ നമ്മൾ താഴെ ഇറക്കുന്നത്. ഇത് നമ്മൾ ഈ പറഞ്ഞ ജനാധിപത്യത്തിൻ്റെ പവർ കാണിക്കുന്ന അവിടെയൊക്കെയാണ്. പക്ഷെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എത്ര കുട്ടികളാണ് മരിച്ചത്, ആത്മഹത്യ ചെയ്തു. പിന്നെ പോരാത്തതിന് ഇപ്പോൾ പ്രൊട്ടസ്റ്റിൻ്റെ പേരിൽ ഒരു കുട്ടി മരിക്കുന്നുണ്ട്. അപ്പോൾ ആ മരണങ്ങളൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രതികരിച്ച് ഒരാളെ ഇറക്കുന്നത് കൊണ്ട് തീരുന്ന സംഭവമല്ല. മിണ്ടാതിരുന്നിട്ടും കാര്യമൊന്നുമില്ലല്ലോ. മിണ്ടാതിരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ വോയിസ്, അതായത് നമുക്ക് എന്താ പറയാനുള്ളത് അത് മിണ്ടാതിരുന്നിട്ട് കാര്യമില്ലല്ലോ, നമുക്കത് പറയേണ്ട അടുത്ത് പറയണ്ടേ. അപ്പോൾ ഈ അല്ല വെച്ചോ ഇവിടെ കിട്ടിക്കോളൂ. അന്നു മുതലുള്ള സമരങ്ങളൊന്നും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. എന്തിനൊക്കെ മാറ്റം വന്നിട്ടുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുന്നുണ്ട്. പക്ഷെ സ്വാതന്ത്ര്യം കിട്ടിയാലും കറപ്ഷൻ നിൽക്കുന്നില്ല. അതെ, സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് ഒരു തരത്തിൽ പറയുമ്പോൾ നമുക്ക് കിട്ടിയിട്ടില്ല. ആർക്കും ഒരു സ്വാതന്ത്ര്യമില്ല ഇവിടെ. ജനാധിപത്യം ആണെന്ന് വിശ്വസിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഈ സിസ്റ്റം അത് ഡെമോക്രസി ആണെന്ന് തോന്നിയിട്ടില്ല. അതെന്തുകൊണ്ടാന്ന് പറയട്ടെ, നമ്മളിപ്പോൾ ഒരു ജനാധിപത്യ പരിപാടി എന്ന് പറഞ്ഞാൽ ഇലക്ഷന് മത്സരിക്കുക. ഇപ്പം ഞാൻ ഇലക്ഷന് മത്സരിച്ചായിരുന്നു, തിരുവല്ലയിൽ അസംബ്ലി ഇലക്ഷന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട്. അപ്പോൾ ഞാൻ പ്രൊപ്പോസ് ചെയ്തത് ഒരു കാൻഡിഡേറ്റായിട്ട് നിന്നുകൊണ്ട് ട്രാൻസ്പെറൻറ്റ് ഗവർണൻസും ഗവൺമെൻറ് ഓൺ യുവർ ഫിംഗർ ടിപ്പ് എന്ന് പറഞ്ഞുകൊണ്ടൊരു കൺസെപ്റ്റാണ്. അതായത് നിങ്ങളുടെ ഇപ്പോൾ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഓർഡർ ചെയ്യുന്ന പോലെ നമുക്ക് ഗവൺമെൻറ് ഇങ്ങോട്ട് സർവീസ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അതുകൂടാതെ പബ്ലിക്കിന് ഓഡിറ്റ് ചെയ്യാൻ പറ്റും ട്രാൻസ്പെറൻറ്റ് ഗവൺമെൻറ് ആകുമ്പോൾ. അപ്പോൾ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് സിസ്റ്റം വേണമെങ്കിലും ഡെവലപ്പ് ചെയ്യാം. എന്നിട്ട് എല്ലാം നമുക്ക് അപ്ഡേറ്റഡ് ഇത് കിട്ടണം, ടൈം ടു ടൈം റിപ്പോർട്ടാണ് വരണ്ടേ. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ഇലക്ഷൻ മത്സരിച്ചു. എനിക്കാകെ 220 വോട്ടേ കിട്ടിയുള്ളൂ. അത് ഇയാളുടെ മണ്ഡലത്തിൻ്റെ അടുത്തൊക്കെയാണ് ഞാൻ നിന്നത്. അപ്പോൾ ഇങ്ങനൊരു സൊല്യൂഷൻ പറയുക, അത് ഇങ്ങനെ നമ്മളിപ്പോൾ ഈ ഗവൺമെൻറ്റൊക്കെ ഈ കറപ്ഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനെ നമ്മൾ ട്രാൻസ്പെറൻ്റ് ആക്കിയാൽ അതിന് സൊല്യൂഷൻ ആവുമെന്ന് തോന്നുന്നുണ്ടോ? ട്രാൻസ്പെറൻ്റ് ആക്കി കഴിഞ്ഞാൽ ട്രസ്റ്റ് വരും. അതായത് മീൻസ് എല്ലാത്തിലും ഒരു ട്രാൻസ്പെറൻസി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ജനങ്ങളുടെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ഗവൺമെൻറ്റിനെ നമുക്ക് ഇപ്പോൾ ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ശരിക്കും പറ്റില്ല. അതിന് ഗവൺമെൻറ്റിനെ നമുക്ക് ട്രസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. പോരാത്തതിന് ഈ പറഞ്ഞ പോലെ നമുക്ക് ടൈം ടു ടൈം അപ്ഡേറ്റ് ആയതുകൊണ്ട് കറപ്ഷൻ്റെ സാധ്യതകൾ ഒത്തിരി കുറയ്ക്കാൻ പറ്റും. ചിലപ്പോൾ ഒരു 90% കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഒരു CCTV മോണിറ്ററിംഗ് പ്ലസ് സെൻസറുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ അടിച്ചുകൊണ്ട് പോകാത്ത പോലെ ഗവൺമെൻറ്റിൽ ഇങ്ങനത്തെ സിസ്റ്റങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ വക പ്രശ്നങ്ങളും ഉണ്ടാവാതിരിക്കാൻ സാധ്യതയില്ലേ? അതായത് പരീക്ഷയുടെ ഫലം തെറ്റിക്കുക, PSC പരീക്ഷ കഴിയുമ്പോൾ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ട് ജോലി ഇട്ടായിരിക്കും, അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കത്തില്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ തന്നെപ്പറ്റി തനിക്കിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നി, അതിന് എന്തായിരിക്കും ഒരു പ്രശ്നം ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇപ്പോഴത്തെ സിസ്റ്റത്തിനകത്ത്? ഇപ്പോഴത്തെ സിസ്റ്റത്തിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കുക, എന്തെങ്കിലും ഒരു ഈസി ആയിട്ട് എന്തെങ്കിലും ഒരു സാധനത്തിനകത്തൊരു തനിക്ക് നേരിട്ടിട്ടുള്ള, അതായത് ഇതുവരെ ഫേസ് ചെയ്തിട്ടുള്ള, ഇത്ര നാളെ ജീവിച്ചിരുന്നപ്പോഴേ കുറച്ചുകൂടെ ബെറ്റർ ആക്കിയാൽ കൊള്ളാം എന്ന് തോന്നുന്ന എന്തും, അതിന് വേണം. നമുക്ക് പൊല്യൂഷൻ ആവാം, റോഡാവാം, അല്ലെങ്കിൽ ബസ്, ഈ ട്രാൻസ്പോർട്ടേഷൻ ഇപ്പോൾ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു എന്ന് പറയുന്ന പോലത്തെ സംഭവങ്ങൾ എന്തും ആവാം. അങ്ങനെ ചോദിച്ചാൽ പെട്ടെന്ന് ചോദിച്ചാൽ പറയാം, അല്ലെങ്കിൽ ടൈം വേണം. പക്ഷെ ഞങ്ങൾക്ക് ടൈമില്ല. ഒരു ചോദ്യം, അതായത് ഡെമോക്രസി എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ഇതിനകത്ത് എല്ലാ ആൾക്കാരും, അതായത് ഓരോ വ്യക്തികളാണ് ഏറ്റവും ടോപ്പിലിരിക്കുന്നത്. അവിടെ ഫണ്ട് ഒരുപാട് വരുന്നുണ്ട്. അങ്ങനെയുള്ള അല്ലെങ്കിൽ തന്നെ അവർ പവർഫുള്ളാണ്. ഇപ്പം അവരുടെ കുടുംബത്തിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം, അല്ലെങ്കിൽ അയാളൊരു തെറ്റ് ചെയ്തു, അയാൾ തെറ്റ് ചെയ്താൽ ഇവർ അയാളെ സഹായിക്കുകയായിരിക്കും.
എന്തായിരിക്കും അവർ ചെയ്യാൻ പോകുന്നത്? സഹായിക്കുമല്ലോ. സഹായിക്കത്തല്ലേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എങ്ങനെ ഡെമോക്രസി വർക്കാവും? നമുക്ക് തുല്യനീതി ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇപ്പം അവിടെ ഒരു കറപ്ഷൻ നടക്കാൻ പോകുന്നത്, അയാളെ വേറെ രീതി സഹായിക്കുന്നതിലൂടെ കറപ്ഷൻ നടക്കുന്നത്. ഈ കറപ്ഷൻ നടക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? ട്രാൻസ്പെറൻസി വേണം. അതാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത്. ട്രാൻസ്പെറൻ്റ് ആയി കഴിഞ്ഞാൽ അതിനകത്ത് നെപ്പോട്ടിസം, ഫേവറിസം അങ്ങനത്തെ കാര്യങ്ങൾ നടക്കത്തില്ല. എല്ലാവരും കാണുക, ഈക്വൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഈക്വൽ പാർട്ടിസിപ്പേഷൻ വരുന്നുണ്ട്. കാരണം നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഓരോ ആക്ഷനും ഇവരെടുക്കുമ്പോൾ, ഒരു കോൺട്രാക്ട് എടുക്കുമ്പോൾ, അങ്ങനെയൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഡെമോക്രസിക്ക് ഒരു കുഴപ്പമുണ്ട്. ഇവിടുത്തെ ഇലക്ഷൻ സിസ്റ്റം റോങ്ങാണ്. അതായത് നമ്മളിവിടെ BJP, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, പിന്നെ സ്വതന്ത്രൻ, ഇങ്ങനെയൊക്കെ നിൽക്കുമല്ലേ. 3 മെയിൻ പാർട്ടി എടുക്കാം. ഈ 3 പേര് മത്സരിക്കുമ്പോൾ അവർ മെജോറിറ്റി എടുക്കുമ്പോൾ ഒരു 33.5% എന്ന് പറയുന്നവരാണ് മെജോറിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരെ ഒരു 67% ആൾക്കാർ റിജക്റ്റ് ചെയ്തതാണ്. മനസ്സിലായോ? ആണോ? അതെ അതെ. ഇപ്പോൾ 34% ആൾക്കാർ എലക്ട് ചെയ്യുന്ന ആളെങ്ങനെയാണ് മെജോറിറ്റി ലീഡ് ചെയ്യുന്നത്? ഈ സിസ്റ്റം അല്ലാതെ ഇപ്പോൾ ഫ്രാൻസിലും ഇസ്രായേലിലും ജർമ്മനിയിലൊക്കെ വേറെ ടൈപ്പാണ്. ഫ്രാൻസിലെങ്ങാണ്ട് 2 ഇലക്ഷൻ നടത്തും. ആദ്യത്തെ ഇലക്ഷൻ കഴിഞ്ഞ് ഫസ്റ്റ് സെക്കൻഡ് നമ്മൾ വീണ്ടും ഇലക്ഷൻ നടത്തുക അവർ. ഇവിടെ ഇത് ഈസി റിസൾട്ടിനും പൈസ ചിലവാക്കാനായിട്ടുള്ള മടി കൊണ്ടൊക്കെ എന്തോ സംഭവം. പക്ഷേ ഇന്നത്തെ അഡ്വാൻസ് ടെക്നോളജി വന്ന് നിൽക്കുമ്പോൾ AI ഉണ്ട്, 5G ഉണ്ട്. ഈ സ്ഥലത്ത് ട്രാൻസ്പെറൻസിയും പോസിബിളാണ്. ഇലക്ഷൻ്റെ ഈ സിസ്റ്റം വരെ മാറ്റാൻ പറ്റും. പക്ഷേ ഇവരത് ചെയ്യുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റുമോ അങ്ങനെ പറയുമ്പോൾ? അതിനുവേണ്ടി ഒരു സമരം നടത്താൻ പറ്റുമോ? സമരം നടത്തിയാലേ ഇതുപോലൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. കുറേ നേരം സമരം നടത്തും, കുറേ ആൾക്കാർ സമരം നടത്തിക്കൊണ്ടിരിക്കും. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിപ്പോൾ 140 മണ്ഡലത്തിലും അടുത്ത തവണ ഒരു 2031 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കാൻ തീരുമാനിക്കുക. ഇതുപോലെ പാർട്ടിയൊന്നുമില്ല. അവർക്ക് ആകെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ട്രാൻസ്പെറൻ്റ് ആക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. അങ്ങനെ വന്നാൽ നിങ്ങൾ വോട്ട് ചെയ്യൂ? അങ്ങനെ വന്നാൽ വോട്ട് ചെയ്യും. ട്രാൻസ്പെറന്റ് ആയിരിക്കണം. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ ചാരിറ്റി തട്ടിപ്പൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഒരുപാട്. അപ്പോൾ ആ ചാരിറ്റി തട്ടിപ്പിന് സൊല്യൂഷനായിട്ട് ഞാനൊരു 5 വർഷം മുമ്പ് ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തു. ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്, പ്ലേ സ്റ്റോറിലുണ്ട്. ചാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്നാണ് അതിൻ്റെ പേര്. അത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഫണ്ട് റൈസിങ് ആൻഡ് ഫണ്ട് മാനേജ്മെൻറ്റ് ചെയ്യുന്ന ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യയിൽ. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതുപോലെയാണ്. അതായത് ചാരിറ്റി തട്ടിപ്പ് നിർത്തണം. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആക്കി, എന്നിട്ട് പബ്ലിക്കിന് ഓഡിറ്റ് ചെയ്യാൻ പറ്റും. അത് താൻ 100 രൂപ അത് കാണും, കൊടുത്താൽ അറിയും, ബില്ല് വരും, എല്ലാം വരും. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ ഞാൻ ചെയ്തു. പക്ഷേ ഇവിടുത്തെ ആൾക്കാർ ആരും അതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. എനിക്കറിയത്തില്ല. എന്നിട്ട് എനിക്ക് വോട്ട് ചെയ്തില്ലോ, 200 രൂപ വോട്ടെല്ലാം ഇട്ടില്ലോ. അപ്പോൾ തന്നെ മനസ്സിലായില്ല എന്തുകൊണ്ടാണ്. അത് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. അത് ഓൾഡ് ജനറേഷനായിരിക്കും മനസ്സിലാവാത്ത. ഇപ്പോൾ ന്യൂ ജനറേഷന് പെട്ടെന്ന് പിടികിട്ടും. ഇപ്പോൾ സിസ്റ്റം നമ്മളാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഞാൻ അത്ര ന്യൂ അല്ല എങ്കിൽ പോലും നമ്മൾ കുറച്ച് ആപ്പ് ഡെവലപ്പ് ചെയ്തും. എന്താടാ സപ്പോർട്ട് ചെയ്തു. കാരണം പുതിയൊരാളല്ലേ. അല്ലല്ല, പുതിയ ആളുടെ അല്ല. കൂടുതൽ പേര് അറിയും. മനസ്സിലായോ? സപ്പോർട്ട് ചെയ്താലും അറിയും. അതുകൊണ്ട് ഒന്നും ചെയ്തിട്ടുള്ളൂ ആരും ഒന്നും പറയുന്നില്ല. ന്യൂസിലൊക്കെ ഉണ്ട്, എൻ്റെ വീഡിയോ ഒക്കെ കിടപ്പുണ്ട്, ഞാനിതൊക്കെ പറയുന്ന കേൾക്കാം. പക്ഷേ ഇതിനെപ്പറ്റി ഒരു സംസാരം ഒരിടത്തും ഉണ്ടായില്ല. 3 പാർട്ടിക്കാരും ഒന്നും പറയുന്നില്ല, സാധാരണക്കാരൊന്നും പറയുന്നില്ല. എന്തെല്ലാം പറയുന്നുണ്ടെന്നറിയാം. എൻ്റെ നീ ഗൂഗിൾ ന്യൂസൊക്കെ എടുത്ത് നോക്കിയാൽ എന്നെ അവിടെ സ്റ്റേഷനിൽ പിടിച്ച് നിർത്തിയേക്കുന്നു, ജയിലിനകത്തിടാൻ കൊണ്ടുപോകുന്നു, കൊല്ലാൻ കൊണ്ടുപോകുന്നൊക്കെയാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ അടിയൊക്കെ ഉണ്ടായി, എന്നെ പിടിച്ചടിക്കുകയൊക്കെ ചെയ്തു ഒരു ഭ്രാന്തം വന്ന്. എന്തിനാണെന്ന് പറയുന്നില്ല. അയാൾ മോഹൻലാലിൻ്റെ ആരാധന. ഞാൻ മോഹൻലാലിനെ പറ്റിയൊക്കെ എന്തെങ്കിലും ട്രോളൊക്കെ ചെയ്യും, അതിന് വന്നിട്ട് ഇടിക്കുക, എന്നിട്ടങ്ങ് പോവുക. ഓരോ ഭ്രാന്ത്. അപ്പോൾ ഇതിനകത്ത് എന്താ സംഭവം എന്നറിയാമോ? ഞാൻ പറഞ്ഞില്ലേ, ഈ ജനാധിപത്യ രീതി ഒന്നാമത് ഇലക്ഷൻ ശരിയാവുന്നില്ല. പിന്നത്തെ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ ട്രാൻസ്പെറൻസി ഇല്ല. നമുക്ക് ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഗവൺമെൻറ് ശരിക്കും ട്രാൻസ്പെറൻ്റ് ആവേണ്ടതാണ്. കാരണം നമ്മളുടെ ഓരോരുത്തരുടെയും ഫണ്ട് തന്നെയാണ് ഇത്. അല്ലാതെ ഇത് അവർ മന്ത്രിമാരൊന്നും ഇപ്പോൾ പറമ്പിൽ കളച്ച് ഇപ്പോൾ വാഴ കൊലയൊന്നും വിറ്റിട്ടൊന്നും ഉണ്ടാക്കുന്ന പൈസയൊന്നുമല്ല. നമ്മുടെയൊക്കെ പൈസ ശേഷം നമുക്കറിയത്തില്ല എത്ര ട്രാൻസ്ഫർ ബസ് ഉണ്ടെന്ന് പോലും. നമ്മൾ പൈസ എടുത്തിട്ടേ. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിത് കുറച്ചുകൂടെ പറയണം കേട്ടോ. ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ഉണ്ട്. ആ ചാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്നുള്ള ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കണം. ആപ്പിളിൽ കിട്ടത്തില്ല. അങ്ങനെ ഉണ്ട്. വെബ്സൈറ്റിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്തിടണം. ഇത് രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഡൊണേറ്റ് ചെയ്യണേ ഡൊണേറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലും പറയാം. മനസ്സിലായി? ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്നുണ്ടെങ്കിലും വിളിച്ചു പറഞ്ഞു, എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാവും. ഞാൻ ഈ സൊല്യൂഷൻ്റെ ആളാണ്. അല്ല, ഞാൻ സൊല്യൂഷൻ മേക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓരോന്നിനും ഓരോ സൊല്യൂഷൻ. ഇപ്പോൾ കണ്ടില്ലേ, ഗവൺമെൻറ് സൊല്യൂഷനായി. ഇതാരെങ്കിലും പറഞ്ഞോ? ഒരു കാൻഡിഡേറ്റ് ഇന്ത്യയിൽ പറഞ്ഞില്ല ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആക്കാന്ന്. എന്നിട്ട് പോലും ഈ നാട്ടുകാർ സമ്മതിക്കുന്നില്ല. ഇവരൊന്നും ചെയ്യണ്ട, ഇവർ വോട്ട് ചെയ്താൽ മതിയായിരുന്നു. കാരണം എനിക്കിതുണ്ടാക്കാൻ ഞാൻ എൻ്റെ തല ഉപയോഗിച്ചല്ല ഉണ്ടാക്കുന്നത്. ഞാനൊരു കമ്പനിക്ക് കോൺട്രാക്ട് കൊടുക്കും. അധികം ആൾക്കാർ അറിയുന്നില്ല, കാരണം ഞങ്ങളൊന്നും അറിഞ്ഞിട്ട് കൂടിയില്ലല്ലോ. എടോ, അതാ ന്യൂസ് ചാനലിൽ വന്നതാണ് ഇതൊക്കെ. എന്നിട്ടും ആരും ഞങ്ങൾ അറിഞ്ഞില്ല. ഇതെല്ലാം ന്യൂസ് ചാനലിലെ ആൾക്കാർ കാണുന്നുള്ളത് ഉറപ്പാണ്. ഈ
കാര്യം പറഞ്ഞപ്പോൾ ഈ BJP കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇപ്പോൾ ചർച്ചയായിട്ടുണ്ട്. ഇയാൾ പറഞ്ഞ കാര്യം ചർച്ചയായിട്ടുണ്ട്. പാർട്ടിക്കുള്ളിലായിരിക്കും ചർച്ച. പുറത്തേക്ക് അറിയില്ല. എടുക്കാത്ത എന്തുകൊണ്ടാണ്? അവരെല്ലാം കറപ്റ്റഡാ. എടോ ട്രാൻസ്പെറൻസി എന്ന് പറയുമ്പോൾ പ്രശ്നം എന്നാണെന്നറിയോ? ഗവൺമെന്റ് അയ്യോ അന്ന് ഒരു കാര്യം കൂടെ പറയാം, ഒറ്റ കാര്യം കൂടെ. നിങ്ങൾക്ക് എങ്ങോട്ട് പോകണ്ടേ? എനിക്ക് കലൂര് ആണോ? കലൂര് ഞങ്ങളെല്ലാം കലൂര് പോയിരിക്കുവാ. എനിക്ക് പോകണം. ശരി എന്നാ വിട്ടോ, ബൈ. അപ്പോൾ ഒരു കാര്യം ചെയ്യണേ, ഇതൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കണേ, എന്നിട്ട് രജിസ്റ്റർ ചെയ്തിട്ടേക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആൾക്കാർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലും, വേറൊരാളെ സഹായിക്കാൻ തോന്നിയാലും, എന്തെങ്കിലും സാധനം കളയാൻ വെച്ചിട്ടുണ്ട് അത് വേറൊരാൾക്ക് കൊടുക്കാനും ഒക്കെ പറ്റുന്ന വെബ്സൈറ്റും ആപ്പും ഒക്കെ അത് ട്രാൻസ്പെറൻസി ഫോക്കസ് ചെയ്യുന്ന ആദ്യത്തെയും അവസാനത്തെയും എന്ന് പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ ഇനിയും വേറെ ആൾക്കാരൊക്കെ വരും. ആദ്യത്തെ വെബ്സൈറ്റാണ്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അത്രയും മതി. സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. ബ്ലഡ് ഡൊണേഷൻ്റെ ഒരു സാധനമൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടോ. ഇതിനകത്ത് എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. പിന്നെ അതിനകത്ത് നമ്പറിൽ കോൺടാക്ട് ചെയ്യണേ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി. ഓക്കെ, ശരി. എല്ലാം ഉണ്ട്. നമ്മുടെ ട്രസ്റ്റിൻ്റെ നമ്പറൊക്കെ ഉണ്ട്. ഇത് ഇപ്പോൾ ഒരു കേസ് എടുത്തിട്ടുണ്ട്. അത് അമൃതയിലുള്ളൊരു കേസാണ്. അത് പുള്ളിക്കാർക്ക് ഓട്ടോഇമ്യൂൺ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരു 18 ലക്ഷം രൂപയുടെ ഇഞ്ചക്ഷനൊക്കെ എടുക്കണം. അവരുടെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ അതേ ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ഫണ്ട് റൈസിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതൊരു വഴിക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു, ബൈ ബൈ. ഇത്രയും നേരമൊക്കെ ഇരുന്നതിന്.